എന്തുകൊണ്ടാണ് 76 സീറ്റിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്? അതിനുള്ള കാരണം 2021 2019 ഒക്കെ വോട്ടുകളുടെ ന്യൂനപക്ഷ വോട്ടുകൾ LDFിൽ നിന്ന് പോയപ്പോൾ 18% നിയോജക മണ്ഡലം കണക്കിൽ വോട്ടുകൾ LDFിന് കുറഞ്ഞു എന്നതാണ്. 18 മണ്ഡലങ്ങളിൽ അത് വലിയ രീതിയിൽ പ്രതിപാദിച്ചു. വെറും 18 സീറ്റുകളായി അത് കുറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 55 സീറ്റുകളിലേക്ക് അത് വർദ്ധിപ്പിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലിടാൻ ഇടതു മുന്നണിക്കായി എന്നുള്ളതാണ്. ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും SDPI കൂടെ നിർത്തി LDF വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി. 28% മുതൽ 32% വരെ മുസ്ലിം വോട്ടുകൾ ഇപ്പോഴും ഇടതോരം ചേർന്ന് കുത്തിയിട്ടുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. NSSലേക്ക് വന്നാൽ പത്തനാപുരത്തും കൊട്ടാരക്കരയും ഒഴികെ മുഴുവൻ ഇടങ്ങളിലും NSS ഒരു അനുകൂല നിലപാടാണ് ഇടതുമുന്നണിയോട് ചേർന്നെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഭൂരിപക്ഷ നായർ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതോരം ചേരാനുള്ള സാധ്യതയിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഈഴവ SC വോട്ടുകൾ കൃത്യമായി ഇടതോരം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 32% വരെ മുസ്ലിം വോട്ടുകൾ കൊണ്ടുവരുന്നു. SC ഈഴവ വോട്ടുകൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെടുന്നു. നായർ വോട്ടുകൾ സംസ്ഥാനത്ത് മുഴുവനും ഇടതുപെട്ടിയിൽ വീഴുന്നു. അങ്ങനെ ഓരോ രീതിയിലും കൃത്യമായ രീതിയിലുള്ള സമുദായ സമവാക്യങ്ങൾ ഉറപ്പുവരുത്താൻ പിണറായിയുടെ നേതൃത്വത്തിൽ LDFിനായി എന്ന് തന്നെ വേണം കരുതാൻ. 35% വരെ, അല്ലെങ്കിൽ അതിനൊരല്പം കൂടി മുകളിലാണ് ക്രിസ്ത്യൻ വോട്ടുകൾ LDFിലേക്ക് ഇത്തവണ പാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ദേശീയ മാധ്യമങ്ങൾ വെച്ച മുഴുവൻ സർവേകളിലും ഇതുതന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 76 എന്ന മാന്ത്രിക സംഖ്യയിൽ CPM ഇപ്പോഴും വട്ടം ചുറ്റുന്നത്. 2019, 2021, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എക്സിറ്റ് പോളുകളെ മറിച്ച് 2016 അടക്കം എക്സിറ്റ് പോളുകളെ ഒരുപടി മുകളിൽ കയറിപ്പോകുന്ന LDF മുന്നണിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഒരു വിശകലനമുണ്ട്, ഒരു നിഗമനമുണ്ട്. അത് വേറെ ഒരു പാർട്ടിക്കും ആവില്ല അങ്ങനെ ഒരു നിഗമനം നടത്താൻ എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോടെ സമുദായ സമവാക്യങ്ങളെ, മുന്നണികളെ, ഓരോ ഘടകകക്ഷികളെ, ഓരോ സ്ഥലങ്ങളിലെയും വോട്ടുകൾ പെട്ടിയിൽ വീണതിനെ കീറിമുറി പരിശോധിക്കാൻ LDFിന്റെ പോലെ ഒരു സംവിധാനം ഈ കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് 76 എന്ന മാന്ത്രിക സംഖ്യയിൽ ഇപ്പോഴും CPMഉം CPIയും മുഴുവൻ LDF ഘടകകക്ഷികളും ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. മെയ് 4 മൂന്നാം ഭരണത്തിലേക്ക് വരുമെന്ന ഉറപ്പ് വീണ്ടും പിണറായി അവസാന മണിക്കൂറുകളിലും പറയുന്നതും വെറും തമാശയായി കാണാനാവില്ല.